ഹലോ ഗൈസ്, ഇനി അടുത്ത ടോപ്പിക്കാണ് ഡെഫിനേഷൻ ഓഫ് കുടിയെടുപ്പുകാരൻ. ലാൻഡ് ലോയിലെ ഡെഫിനേഷൻ ഓഫ് കുടിയെടുപ്പുകാരൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഇതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പോവുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇമാജിൻ ചെയ്യാൻ പറയുകയാണ്. രവി എന്നൊരു പാവം ആൾക്ക് സ്വന്തമായി വീട് വെക്കാൻ ഭൂമിയില്ല. അപ്പം മറ്റൊരു ആളുടെ സ്ഥലത്ത് പെർമിഷനോടെ ഒരു ചെറിയ കുടിൽ താമസിക്കുന്നു. ലോ പറയുകയാണ്, ഇത്തരം പാവപ്പെട്ട ഭൂമിയില്ലാത്ത ആളെ സംരക്ഷിക്കണം. ഇത്തരം പേഴ്സണെയാണ് കുടിയെടുപ്പുകാരൻ എന്ന് വിളിക്കുന്നത്. സെക്ഷൻ 2 ക്ലോസ് 25 കേരള ലാൻഡ് റീഫോംസ് ആക്ട് 1963 ആണ് കുടിയെടുപ്പുകാരനെ ഡിഫൈൻ ചെയ്യുന്നു എന്ന് പറയുന്നത്. അതായത് ഇതിൽ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ഓഫ് കുടിയെടുപ്പുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ സ്വന്തം ഭൂമിയില്ല, പിന്നെ മറ്റൊരാളുടെ സ്ഥലം പെർമിഷനോടെ ഒരു ചെറിയ വീട്ടിൽ അല്ലെങ്കിൽ ഹട്ടിൽ താമസിക്കുന്നു. ലോയിൽ പറയുന്ന കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. ഇനി എന്തൊക്കെ കണ്ടീഷൻസാണ് കുടിയെടുപ്പുകാരനാകാൻ വേണ്ടിയുള്ളത്. അത് കണ്ടീഷൻ 1 പറയുന്നത് ഓൺ ലാൻഡ് ഉണ്ടാകരുത്. അതായത് പേഴ്സണ് സ്വന്തമായിട്ട് വീട് വെക്കാൻ മതിയായ ഭൂമി ഉണ്ടാകരുത്. മാക്സിമം ലാൻഡ് ലിമിറ്റ് സിറ്റി അല്ലെങ്കിൽ മേജർ മുനിസിപ്പാലിറ്റിയിൽ 3 സെൻറ്റ്, അതർ മുനിസിപ്പാലിറ്റിയിൽ 5 സെൻറ്റ്, പഞ്ചായത്ത് അല്ലെങ്കിൽ ടൗൺഷിപ്പിൽ 10 സെൻറ്റ് എന്ന് പറയണേ. പിന്നെ കണ്ടീഷൻ 2 പിന്നെ ഇതിൽ എക്സാമ്പിളായിട്ട് ഇതിന് മേലിൽ ഭൂമി ഉണ്ടെങ്കിൽ കുടിയെടുപ്പുകാരനല്ല. എക്സാമ്പിൾ പറയണേ, രാഹുൽ പഞ്ചായത്തിൽ 12 സെൻറ്റ് ഭൂമി ഉണ്ട്, അവന് സ്വന്തമായിട്ട് വീട് പണിയാൻ കഴിയും, അതുകൊണ്ട് കുടിയെടുപ്പുകാരനല്ല എന്ന് പറയുന്നു. കണ്ടീഷൻ 2 പറയുന്ന പെർമിഷനോടെ ഹൗസ് ബിൽഡ് ചെയ്തിരിക്കണം. ലോഫുൾ പൊസഷനുള്ള ഓണർ റെൻറ്റ് കൊടുത്താലും റെൻറ്റ് കൊടുക്കാത്ത ആളും പെർമിഷൻ കൂടാതെ അവിടെ ഹോംസ്റ്റെഡ് പണിയാൻ അനുവദിച്ചാൽ ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ് പറയുന്നത്. അത് ഓണർ പെർമിഷൻ കൊടുത്ത് വീട് പണിയാൻ അനുവദിച്ചാൽ മതി, റെൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്ന് പറയുന്നു. ഇനി കണ്ടീഷൻ 3 പറയുന്നത് എക്സിസ്റ്റിംഗ് ഹട്ടിൽ താമസിക്കാൻ പെർമിഷൻ. അതായത് ലോഫുൾ പൊസഷനിലുള്ള ആൾ തൻ്റെ ലാൻഡിൽ ഉള്ള ഹട്ടിൽ റെൻ്റ് ഉണ്ടെങ്കിലും റെൻ്റ് ഇല്ലെങ്കിലും താമസിക്കാൻ പെർമിഷൻ കൂടുതൽ ആ പേഴ്സൺ കുടിയെടുപ്പുകാരനാകും എന്നാണ് പറയുന്നത്. ഇനി ആരൊക്കെയാണ് കുടിയെടുപ്പുകാരൻ ആവാത്തവർ? അതായത് കുടിയെടുപ്പുകാരനാവാത്ത ഓണർ ബിൽഡിംഗ് അല്ലെങ്കിൽ സഫീഷ്യൻറ്റ് ലാൻഡ് ഉള്ള ആൾ, താഴെ പറയുന്ന ലിമിറ്റിൽ കൂടുതൽ ഭൂമി അല്ലെങ്കിൽ ബിൽഡിംഗ് ഉണ്ടെങ്കിൽ, സിറ്റിയിൽ മോർ ദാൻ 3 സെൻറ്റ്സ്, അതർ മുനിസിപ്പാലിറ്റിയിൽ മോർ ദാൻ 5 സെൻറ്റ്സ്, പഞ്ചായത്ത് മോർ ദാൻ 10 സെൻറ്റ്, ഇത് കുടിയെടുപ്പുകാരനല്ല എന്നാണ് പറയുന്നത്. പിന്നെ പറയുന്നതാണ് ഹട്ട് കൺസ്ട്രക്ഷൻ അറ്റ് 750 കൂടുതൽ കോസ്റ്റ് 750 കൂടുതലാണെങ്കിൽ, അതായത് ഡ്വെല്ലിംഗ് ഹൗസ് ബിൽഡ് ചെയ്തപ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് 750 കൂടുതൽ ആയിരുന്നെങ്കിൽ കുടിയെടുപ്പുകാരൻ അല്ല എന്നാണ് പറയണത്. ഇനിയാണ് മീനിങ് ഓഫ് കുടിയെടുപ്പുകാരൻ എന്ന് പറയുന്നത്. മീനിങ് ഓഫ് കുടിയെടുപ്പുകാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, കുടിയെടുപ്പുകാരൻ എന്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന താമസിക്കാൻ അനുവാദിക്കുന്ന ലാൻഡ്, അതിലുള്ള ഹോംസ്റ്റെഡ് അല്ലെങ്കിൽ ബട്ട് ഈസ്മെൻറ്റ് റൈറ്റ്സ് വഴി എല്ലാം പോലുള്ള അനുബന്ധ അവകാശങ്ങളുണ്ട് എന്നാണ് ഇതിൽ പറയുന്നത്. പിന്നെ മോർഗേജി ആൻഡ് പൊസഷനിൽ പറയുന്നതാണ്, ഇമാജിൻ ചെയ്യുക, ഒരു ഓണർ പ്രോപ്പർട്ടി മോർഗേജ് ആ പ്രോപ്പർട്ടിയെ സ്വന്തമായി വീട് പണിയുകയോ എക്സിസ്റ്റിംഗ് ഹട്ടിൽ താമസിക്കുകയോ ചെയ്യുന്നു. ഇത്തരം സിറ്റുവേഷനിൽ മോർഗേജിനെ ഹോംസ്റ്റെഡ് അല്ലെങ്കിൽ ഹട്ട് സംബന്ധിച്ച് കുടിയെടുപ്പുകാരനായി കൺസിഡർ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് മോർഗേജി ഓണറിന് ആ ഹോംസ്റ്റെഡ് ഹട്ട് സംബന്ധിച്ച റിഡംഷൻ റൈറ്റ് യൂസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അടുത്താണ് കണ്ടീഷൻസ് ഫോർ എന്തൊക്കെ കണ്ടീഷൻസാണ് മോർഗേജിക്ക് ഉള്ളത്. എന്തൊക്കെ കണ്ടീഷൻസാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറയാണ്, കുടിയെടുപ്പുകാരൻ എന്തൊക്കെ കണ്ടീഷൻസാണ് മോർഗേജ് ക്ലെയിം ചെയ്യുന്നത്. അതായത് മോർഗേജ് പ്രോപ്പർട്ടി അവൻ്റെ പൊസഷനിലായിരിക്കണം. പിന്നെ അവിടെ സ്വന്തം താമസിക്കുന്ന ഹോംസ്റ്റെഡ്
പണിയാതിരിക്കുക, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഹട്ടിൽ താമസിക്കുക. മോർഗേജിക്ക് വരെ കുടിയെടുപ്പ് റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ സിറ്റി മോർ ദാൻ 3 സെൻറ്റും മുനിസിപ്പാലിറ്റി മോർ ദാൻ 5 സെൻറ്റും പഞ്ചായത്ത് മോർ ദാൻ 10 സെൻറ്റും ഭൂമി ഉണ്ടാകരുത്. പിന്നെ ആനുവൽ ഇൻകം 2000-ൽ കൂടുതൽ ഉണ്ടാകരുത്. ഇനി ഗവൺമെൻറ് ലാൻഡ് എക്സെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരള ഗവൺമെൻറ് താഴെ പറയുന്ന ഗവൺമെൻറ് ലാൻഡിൽ ഉള്ള ഹോം സ്റ്റേഡിൽ ഹട്ടിൽ താമസിക്കുന്ന ആളാണ് കേരള ഗവൺമെൻറ്, എനി സ്റ്റേറ്റ് ഗവൺമെൻറ്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അവരുടെ ലാൻഡ് അവരുടെ ലാൻഡിൽ താമസിക്കുന്നത് കൊണ്ട് മാത്രം കുടിയെടുപ്പുകാരനായിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇത് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ സെക്ഷൻ 2(25) പ്രകാരം കുടിയെടുപ്പുകാരൻ എന്നത് സ്വന്തമായി വീട് വെക്കാൻ മതിയായ ഭൂമി ഇല്ലാത്ത മറ്റൊരാളുടെ ലാൻഡിലെ പെർമിഷനോടെ ഹോം സ്റ്റേ അല്ലെങ്കിൽ ഹട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ്. പക്ഷേ ലോയിൽ പറയുന്ന എല്ലാ കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. സ്വന്തം ഭൂമി, ബിൽഡിംഗ്, ഗവൺമെൻറ് ലാൻഡ് എക്സെപ്ഷൻസ്, മോർഗേജ് കണ്ടീഷൻസ് എന്നിവയും ആക്ടിൽ യഥാർത്ഥമായി പറയുന്നു എന്നാണ് പറയുന്നത്. അടുത്താണ് ലീഗൽ പ്രൊവിഷൻസ് അവൈലബിൾ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ട്രിബ്യൂണൽ ലാൻഡ്. ഇതിൽ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്, ഇമാജിൻ ഒരു ട്രൈബൽ ഫാമിലി, ഷെഡ്യൂൾ ട്രൈബ് 100 കണക്കിന് വർഷങ്ങളായിട്ട് ഫോറസ്റ്റിലും ഹിൽ ഏരിയാസിലും ജീവിക്കുന്നു. അവരുടെ ജീവിതം മുഴുവൻ ലാൻഡിൻ്റെ ആശ്രയിച്ചായിരിക്കും. ലാൻഡ് അവർക്ക് ഫാമിങ്ങും ഫുഡ്, ഷെൽട്ടർ, ലിവിങ്ഹുഡ് എല്ലാമാണ്. പക്ഷേ മുൻപ് ചീറ്റിംഗ്, ഡെപ്റ്റ്, എക്സ്പ്ലോയിറ്റേഷൻ എന്നിവയുടെ കാരണം കൊണ്ട് പല ട്രൈബൽ ഫാമിലീസും അവരുടെ ലാൻഡ് നഷ്ടപ്പെട്ടു. അതുകൊണ്ട് കേരള ഗവൺമെൻറ് സ്പെഷ്യൽ ലോസ് കൊണ്ടുവന്നു. ട്രൈബൽ ലാൻഡ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഇല്ലീഗലായി പോയ ലാൻഡ് തിരിച്ചു കൊടുക്കാൻ, എക്സ്പ്ലോയിറ്റേഷൻ തടയാൻ കൊണ്ടുവന്നു. സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികൾക്ക് ഭൂമി സംരക്ഷിക്കുക, നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു കൊടുക്കുക, അവരുടെ ജീവിതം സംരക്ഷിക്കുകയും സംസ്കാരവും സംരക്ഷിക്കുക എന്നാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി കോൺസ്റ്റിറ്റ്യൂഷണൽ സേഫ് ഗാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ ഷെഡ്യൂൾ ട്രൈബ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ആർട്ടിക്കിൾ 50(4) ഗവൺമെൻറ്റിന് ഷെഡ്യൂൾ ട്രൈബ്സിനും അതർ വെയ്ക്കർ സെക്ഷനും വേണ്ടി സ്പെഷ്യൽ ലോസും സ്കീമും ഉണ്ടാക്കാൻ പറ്റും. ആദിവാസികൾക്ക് വേണ്ടി പ്രത്യേക ആനുകൂല്യങ്ങളും നിയമങ്ങളും ഉണ്ടാക്കാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ട്. പിന്നെ ആർട്ടിക്കിൾ 46 പറയുന്ന ഗവൺമെൻറ് ഡ്യൂട്ടിയാണ് ട്രൈബൽസിനെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക, പിന്നെ എഡ്യൂക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യുക, എക്കണോമിക് കണ്ടീഷൻസ് ഇമ്പ്രൂവ് ചെയ്യുക. പിന്നെ 5th ഷെഡ്യൂൾ, അതായത് 5th ഷെഡ്യൂൾ ട്രൈബൽ ഏരിയാസിന് സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ നൽകുന്നു. ഗവൺമെൻറ് ട്രൈബൽ ലാൻഡ് നോൺ ട്രൈബൽസ് ഈസി ആയിട്ട് ട്രാൻസ്ഫർ ആക്കാനും തടയും. ഇതൊക്കെയാണ് ട്രൈബൽ ലാൻഡ് പ്രൊട്ടക്ഷൻ ലോസിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻ. ഇനി കേരള ഷെഡ്യൂൾഡ് ട്രൈബ്സ് റീസ്റ്റോറേഷൻ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് അലിനേറ്റഡ് ലാൻഡ്സ് ആക്ട് 1975. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ട് 1975 വന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ ലാൻഡ് നോൺ ട്രൈബൽസിന് പോകുന്നത് തടയുക, ഇല്ലീഗൽ ട്രാൻസ്ഫർ ഇൻവാലിഡ് ആക്കുക, നഷ്ടപ്പെട്ട ലാൻഡ് ട്രൈബൽ ഓണർക്ക് തിരിച്ചു കൊടുക്കുക, ട്രൈബൽ ലിവിങ്ഹുഡ് ഡിഗ്നിറ്റിയും പ്രൊട്ടക്റ്റ് ചെയ്യുക, ആദിവാസികൾക്ക് ഭൂമി നഷ്ടപ്പെട്ടാൽ തിരിച്ചു കൊടുക്കണമെന്നാണ് ഇതിൽ പറഞ്ഞത്. ഇനി ഇമ്പോർട്ടൻറ്റ് പ്രൊവിഷൻസ്, സെക്ഷൻ 4 റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ, അതായത് ട്രൈബൽ പേഴ്സണിന് ലാൻഡ് അല്ലെങ്കിൽ നോൺ ട്രൈബൾക്ക് ഇഷ്ടം പോലെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപ് കോമിറ്റന്റ് അതോറിറ്റിയുടെ പെർമിഷൻ വേണം. പെർമിഷൻ ഇല്ലാതെ ലാൻഡ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റില്ല. ഇത് ചീറ്റിങ്ങും എക്സ്പ്ലോയിറ്റേഷനും തടയുന്നു. പിന്നെ സെക്ഷൻ 5 ട്രാൻസ്ഫർ ഡീമഡ് ഇൻവാലിഡ്, അതായത് സെക്ഷൻ 4 ഫോളോ ചെയ്ത് ട്രാൻസ്ഫർ ചെയ്താൽ ആ ട്രാൻസ്ഫർ വോയിഡ് അബ് ഇനിഷ്യോ ആണ്. ലോ പറഞ്ഞത് ആ ട്രാൻസ്ഫർ നടന്നിട്ടില്ല, അവന് നോൺ ട്രൈബലിന് ഓണർഷിപ്പ് റൈറ്റ്സ് കിട്ടില്ല. പെർമിഷൻ ഇല്ലാതെ ട്രാൻസ്ഫർ വാലിഡ് അല്ല എന്നാണ് പറയുന്നത്. സെക്ഷൻ 6 റീസ്റ്റോറേഷൻ ഓഫ് ഏലിനേറ്റഡ് ലാൻഡ്സ്, അതായത് ഗവൺമെൻറ് അതോറിറ്റീസ് ഇല്ലീഗൽ ട്രാൻസ്ഫർ ചെയ്ത ലാൻഡ് റിക്കവർ ചെയ്ത് ഒറിജിനൽ ട്രൈബൽ ഓണർക്ക് തിരിച്ചു കൊടുക്കുന്നു. നഷ്ടപ്പെട്ട ട്രൈബൽ ഭൂമി തിരിച്ച് നൽകാൻ ഗവൺമെൻറ്റിന് അധികാരമുണ്ടെന്ന് പറയുന്നു. പിന്നെ സുവോ മോട്ടോ റീസ്റ്റോറേഷൻ, അതായത് ട്രൈബൽ പേഴ്സണ് കംപ്ലൈൻറ്റ് കൊടുത്തില്ലെങ്കിലും ഗവൺമെൻറ് തന്നെ കേസ് സ്റ്റാർട്ട് ചെയ്യാം.
തന്നെ സുവോ മോട്ടോ ആക്ഷൻ എന്ന് പറയും. കംപ്ലൈൻറ്റ് ഇല്ലെങ്കിലും ഗവൺമെൻറ് സ്വമേധയാ ആക്ഷൻ എടുക്കാമെന്ന് പറയുന്നു. സെക്ഷൻ 13 പെനാൾട്ടീസ്, അതായത് ഇല്ലീഗലായി ട്രൈബൽ ലാൻഡ് കൈയെടുക്കുന്ന ആളുകൾക്ക് പണിഷ്മെൻറ്റ് ലഭിക്കും. ഇല്ലീഗൽ ലാൻഡ് ഗ്രാബിങ് ചെയ്താൽ ശിക്ഷയുണ്ടെന്നാണ് പറയുന്നത്. അടുത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് പ്രൊട്ടക്ഷൻ. അതിൽ ഇമ്പോർട്ടൻറ്റ് ഓഫീസേഴ്സാണ് ഡിസ്ട്രിക്റ്റ് കളക്ടറും റവന്യൂ ഡിവിഷണൽ ഓഫീസറും. അയാളുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലീഗൽ ട്രാൻസ്ഫർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, ലാൻഡ് റീസ്റ്റോർ ചെയ്യുക, ലാൻഡ് ഇൻസ്പെക്ട് ചെയ്യുക, റെക്കോർഡ്സ് വെരിഫൈ ചെയ്യുക, എൻറോച്ച്മെൻറ്റ് മോണിറ്റർ ചെയ്യുക, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ലീഗൽ എയ്ഡ് റീഹാബിലേഷൻ സ്കീംസ് കളക്ടറും ആർ ഡി ഒയും ട്രൈബൽ ലാൻഡ് സംരക്ഷിക്കാൻ പ്രധാന റോള് വഹിക്കുന്നു എന്നാണ് പറയുന്നത്. ജുഡീഷ്യൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ ഹൈക്കോർട്ട് സുപ്രീം കോർട്ടും ട്രൈബൽ റൈറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കോർട്ട് ഇല്ലീഗൽ ട്രാൻസ്ഫർ സ്റ്റോപ്പ് ചെയ്യുന്നു. ലോ പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ലാൻഡ് റീസ്റ്റോർ ചെയ്യാൻ ഓർഡർ ചെയ്യുന്നു. ജുഡീഷ്യൽ റിവ്യൂ വഴി ട്രൈബൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കോർട്ട് ആദിവാസികളുടെ അടിസ്ഥാനങ്ങളിൽ സംരക്ഷിക്കുന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ട്രൈബൽ ആൻഡ് പ്രൊട്ടക്ഷൻ. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈബൽ പീപ്പിൾക്ക് ലാൻഡ് തന്നെ ജീവിതമാണ്. ലാൻഡ് നൽകുന്നത് ഫുഡ്, ഫാമിംഗ്, ഇൻകം, ഷെൽട്ടർ. പ്രൊട്ടക്ഷൻ കൊണ്ട് എക്സ്പ്ലോട്ടേഷൻ കുറയും. ട്രൈബൽ കൾച്ചർ സംരക്ഷിക്കും. പിന്നെ സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കും. ഇക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യും. ലാൻഡ് ഇല്ലെങ്കിൽ ജീവിതവും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ട്രൈബൽ ലാൻഡ് പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ക്രിട്ടിക്കൽ ഇവാലുവേഷനിൽ പറയുന്നത് അഡ്വാൻറ്റേജസ് കേരളയിൽ നല്ല ലോസ് ഉണ്ട്, പക്ഷേ ഇപ്പോഴും ചില പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാൻഡ് റെസ്ട്രിക്ഷൻസ് ഡിലേ ആവുക, ഫേക്ക് ഡോക്യുമെൻറ്റ്സ്, ട്രൈബൽ പീപ്പിൾക്ക് അവയർനെസ് കുറവ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിലേ ആവുക. പിന്നെ ഇമ്പ്രൂവ്മെൻറ്റ് പിന്നെ ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർട്ട് ഇൻ്റർവെൻഷനും ബെറ്റർ മോണിറ്ററിങ്ങും ഇംപ്ലിമെൻറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്തു. ഗവൺമെൻറ് ചെയ്യേണ്ടത് റീസ്റ്റോറേഷൻ സ്പീഡപ്പ് ചെയ്യുക, മോണിറ്ററിങ് സ്ട്രെങ്തൻ ചെയ്യുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ലോ നല്ലതാണ്, പക്ഷേ ഇംപ്ലിമെൻറ്റേഷൻ ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് പറയുന്നത്. അടുത്താണ് ലാൻഡ്മാർക്ക് കേസ് ലോസ്. സ്റ്റേറ്റ് ഓഫ് കേരള വേഴ്സസ് KM തോമസ്. അതായത് കോർട്ട് പറഞ്ഞത് ട്രൈബൽ പ്രൊട്ടക്ഷൻ ലോസ് ഷെഡ്യൂൾഡ് ട്രൈബ്സിന് ഫേവറായിട്ട് ഇൻറ്ററപ്റ്റ് ചെയ്യണം. ലാൻഡ് റീസ്റ്റോർ ചെയ്യുന്നത് ഗവൺമെൻറ്റിൻ്റെ കൺസൾട്ടേഷൻ ഡ്യൂട്ടിയാണ്. പിന്നെ മലങ്കര റബ്ബർ ആൻഡ് പ്രൊഡ്യൂസ് കോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരളയിൽ കോർട്ട് പറഞ്ഞു ഗവൺമെൻറ് ട്രൈബൽ ലാൻഡ് ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റ് ചെയ്യാൻ. ഇത് ആർട്ടിക്കിൾ 46 ഒബ്ജക്റ്റീവ് സപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ ലിംഗപ്പ ഭോജന ആപ്പിൾ വാർ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര. സുപ്രീം കോർട്ട് പറഞ്ഞു ട്രൈബൽ ലാൻഡ് റീസ്റ്റോറേഷൻ ലോസ് വാലിഡ് ആണ്. അത് എക്സ്പ്ലോട്ടേഷൻ പ്രിവെൻറ്റ് ചെയ്യാനും സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാനും ആവശ്യമാണെന്ന് പറഞ്ഞു. ഇത് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ കേരളയിലെ ട്രൈബൽ ലാൻഡ് പ്രൊട്ടക്ഷന് സ്ട്രോങ് ലീഗൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. മെയിൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള ഷെഡ്യൂൾഡ് ട്രൈബ്സ് റെസ്ട്രിക്ഷൻ ഓൺ ട്രാൻസ്ഫർ ഓഫ് ലാൻഡ് ആൻഡ് റീസ്റ്റോറേഷൻ ഓഫ് ഏലിനേറ്റഡ് ലാൻഡ്സ് ആക്ട് 1975, കൺസൾട്ടേഷനും ഈ പ്രൊട്ടക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നു. ഈ ലോ ട്രൈബൽ ലാൻഡ് ട്രാൻസ്ഫർ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, ഇല്ലീഗൽ ട്രാൻസ്ഫർ അവോയ്ഡ് ആക്കുന്നു, അലിനേറ്റഡ് ലാൻഡ് ഒറിജിനൽ ട്രൈബൽ ഓണർക്ക് റീസ്റ്റോർ ചെയ്യുന്നു, ട്രൈബൽ ലിവ്ലിഹുഡ്, ഡിഗ്നിറ്റി, റൈറ്റ്സ് എന്നിവ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ലോ പ്രോപ്പറായി ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മാത്രം സോഷ്യൽ ജസ്റ്റിസ് അച്ചീവ് ചെയ്യാനും ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ലാൻഡ് റൈറ്റ്സ് സെക്യൂർ ചെയ്യാനും കഴിയുന്നു എന്നാണ് ഇതിൽ പറയുന്നത്.